വരാലല്ലേ നമ്മള് കണ്ടു പുതിയ വരാലിന്റെ സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട് അല്ലേ? അപ്പോട്ടാ കൊറോണ ആയിട്ട് പോസ്റ്റ് അടിച്ചിരിക്കണോണ്ടേ അങ്ങനെ ചെക്കന്മാരെല്ലാവരും കൂടി കൂടിയിരിക്കുമ്പോൾ ജസ്റ്റ് പാടത്തൊക്കെ പോയിട്ടൊന്ന് മീൻ പിടിച്ചാലോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. മീൻ കിട്ടുമില്ലെന്നൊന്നും അറിയില്ല, ജസ്റ്റ് പോയോക്കാം. ഇതിപ്പോൾ അങ്ങോട്ട് നടന്നു പോവാണ്. അതാ നേരെ കാണുന്നുണ്ടോ? നോക്കി ഞങ്ങൾക്ക് കാണുന്നുണ്ട്, ഇതിൽ കാണുന്നുണ്ടാവില്ല. ഞാൻ അവിടെ എത്തിയിട്ട് ഇതിൻ്റെ ബാക്കിയാണ്. പിടിച്ചോ? ചെക്ക് വേറെ ലെവലല്ലേ? എങ്ങനെയാണ് ഇതിനെ നടക്കണ്? എടാ ഞമ്മ നടക്കണതിന്റെ ഇടയിൽ മീനുണ്ടാവും. വെള്ളത്തിൽ താലത്ര ഇതൊക്കെ പൊളിച്ചുള്ള തന്നെ പോകുന്നുണ്ട്. അച്ചോ സീനണ്ടാ, ഇതിന്റെ അടിക്ക് വേറെ കുത്തുണ്ടാ. കിട്ടൂല കോക്രോച്ചോ? കിട്ടിയാ ഇതുണ്ടാ? ഇല്ലടാ ഒരിക്കലും അടുത്തൊരു സാധനം കൂടി ഉണ്ട്. അമ്മ എല്ലാരും കൊണ്ട് വന്നപ്പോ മൂപ്പരാളെ അടുത്ത കിട്ടിണ്ടോ? അത് ജസ്റ്റ് കാണിച്ചു തരാം. അയ്യോ കിട്ടുന്ന സാധനം കുടുങ്ങിണ്ട്. ജീവണ്ടോ ഇതിന്? ആ ജീവണ്ടാ, ഇതിനെ എടുത്താലെന്നാ. കിട്ടിയാ? ഓ അവിടെ അപ്പുറത്ത് രണ്ടെണ്ണം കിട്ടിയില്ല, അപ്പം പോയേക്കാം. എവിടെ രണ്ടെണ്ണത്തിനെ നിലത്തിട്ടാ ഒന്നിന്. ഒരുമിച്ച് കിട്ടിയല്ലേ രണ്ടെണ്ണത്തിന്? തള്ളു എനിക്കിപ്പോ കാലിലങ്ങനെ കാൽമകൾ അടിച്ചു പോയിട്ടോ. അത് ഞാനാണ് തള്ളിക്കാൻ രണ്ടുത്തുണ്ടോ? രണ്ടുത്തുണ്ട് തീർക്കല്ലേ? ഇവിടെ നിർത്തേ അതിൽ പൊത്തില്ല. ഒരു സാധനത്തിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ വലിപ്പം കാണിച്ചോട്ടെ. ചെറുതാണ്ടാ? ഇത് ചെറുതൊന്നല്ലടാ, ഇത് ചെറുതാണ്ട്. ഇതിന് വലുതുണ്ടാ? പന്നിയാണ്. ഞാൻ പിന്നെ എന്ത് ഒന്ന് പൊക്കി പിടിച്ചോ.
ഇത് നോട്ടാ അതിൻ്റെ പിടിക്ക് കൈ പിടിക്കാം പ്രാവശ്യം കൂടുതൽ അതങ്ങനെ തൊട്ടാ അറിയ വേഗം. കടു കടു അങ്ങനെ ഒരു കൊമ്പ് കണ്ട ഇടണ്ട കിട്ടില്ല സാധനല്ലേ കാലിന്ന് എടുക്കല്ലേ എത്ര ഉണ്ടായിരുന്നു ഒരു 4 എടുത്തിട്ട് എടുക്കുമ്പോ പറയണ്ടേ അത്ര വലുത് പോയി പോയി അതിന്റെ തളർന്ന സുഖില് കാണുമ്പോ ഇതാണ് നമ്മളെ മെയിൻ മീൻപിടുത്തക്കാരൻ രവി ഡ്രൂ. ആള് ക്ഷീണിച്ചിരിക്കുകയാണ്. കുത്തിണ്ടാൻ തപ്പോയി ആദ്യം കുത്തി കിട്ടണ്ട വരാലല്ലേ നമ്മള് കണ്ടെങ്കിൽ ഇവിടെ പുതിയ വരാലുണ്ട്. ഒരു ഫോട്ടോ എടുത്ത ഫോണിൽ റൗണ്ട് അടിക്കി കുറച്ച് ബാക്കിൽ നിർത്തോ. ചെറുതായിട്ട് ചെവി പഠിച്ചിട്ടോ അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ പൊട്ടും. ഫോട്ടോ എടുക്കടാ ചോപ്പിലെ നിർത്തി നിർത്തി അതിലൊരു ഫോട്ടോ എടുത്തോ. മീനൊക്കെ പിടിച്ചു കഴിഞ്ഞു. പക്ഷെ നോമ്പറക്കാൻ ടൈമായിരിക്കും. അപ്പോൾ നോമ്പറക്കാൻ പോവുകയാണെങ്കിൽ കഴിഞ്ഞിട്ട് സാധനം നന്നാക്കിയിട്ട് പിന്നെ നമ്മ ഇവിടെ മറ്റെങ്കിൽ ഇവിടെ തന്നെ വന്നിട്ട് കുക്ക് ചെയ്യാൻ നോക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിൽ കാണാം. ഓക്കെ ബൈ. ഇങ്ങനെ കുനുകുന അല്ലേ ചെറുതാക്കി എടാ അത്ര ഒന്നും ചെറുതാക്കി ഇത് എന്താണ്ടാ അരിയൊന്നും വേണ്ട. എടാ ഓവറായിട്ട് ചെറുതാക്കല്ലേട്ടാ. അങ്ങനത്തെ ഒക്കെ ചെറുതാക്കണം. അല്ലാണ്ട് സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ തലക്കി വെച്ചിട്ടാ ഇപ്പോ നമ്മള് നൈറ്റില് പാടത്തേക്ക് വന്നിക്കണം. നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് ഇവിടെ മറ്റേ പോർട്ടബിൾ സ്റ്റവൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാനുള്ള പ്ലാനാണ് അല്ലേ? ഇവിടെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാ?
എടാ സൽമാൻ ഇതേപോലെ പിടിക്കണം പറ്റുമോ? ഞാൻ തന്നെ പറഞ്ഞു പിടിച്ചല്ലോ. അതായത് ഈ 2 വിരലായിട്ട് ഇങ്ങനെ പിടിക്കണം, ഇത് തള്ളവരലായിട്ട് പിടിക്കണം. സെറ്റായി. അതൊക്കെ പൂറ പറ്റിപ്പോ ഈ പോക്കണ്ടാ കോൾ എടുക്കുന്നതിന് കോൾ എടുക്കില്ല, കോൾ പോണില്ല. സ്റ്റോപ്പ് ചെയ്തടാ. ഇല്ലല്ലോ. അങ്ങനെ നമ്മളെ സാധനം ആയിണ്ട്. അത്രക്ക് എടുത്തിട്ട് എവിടെ സെറ്റല്ലേ? എടുക്കല്ലേ? ഫുള്ള് എടുക്കല്ലേ? ഫ്ലാഷ് ഇങ്ങനെ അടിക്കണം, ഇങ്ങനെ അടിക്കണം. ഫുള്ള് എടുക്കല്ലേ? ആ ചെറുതിൻ്റെ അടുത്തേ എന്ത് ചെയ്യണ്ടി? ഈ ചെറുതെടുത്തേ. ചെറിയ വെള്ളം കാണുന്ന ഭാഗമില്ലേ, ഇടുമ്പോ കൊറേ ഉണ്ടായിരുന്നല്ലോ. ഓരോരുത്തര് വായക്കോ വീടിന്റെ പ്രശ്നം യാസറിനൊക്കെ വായ തള്ളേ കടങ്ങി മതി. അയ്യോ കിട്ടോ അടിപൊളി സംഭവം. എന്താ അതെന്തോ ലൈറ്റ് ഉണ്ട് അടുത്ത് പിടിച്ചു. എന്നോട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞോ? ഇത് കരിഞ്ഞി ഇത് ഉണ്ടാക്കുമ്പോ സാധനം അത്യാവശ്യം ഉണ്ടായിരുന്നു. അവസാനം എത്തിയപ്പോഴത്തേന് സാധനം കഴിയാനായി. നോക്കൂ, ഇത്ര 2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടും ആകെ 1 ഉണ്ടാക്കി അത്ര ഉള്ളൂ. ഇതിപ്പോ രാസൊക്കെ ഉണ്ടാക്കി ബാക്കിയൊക്കെ കണ്ട അതൊക്കെ ഇത് അവിടെ ഒക്കെ ഉണ്ട്. എല്ലാം ഇത് തിന്ന് തീർത്തിട്ട് അങ്ങനെയാണ് കഴിയാറായി. ലാസ്റ്റ് സ്റ്റെപ്പാണ്, രാസൊക്കെയാണ്. ഈ നായ മണം പിടിച്ചു വന്നു. ഇതിനോട് പറയുന്നത് കട്ടപ്പയര കണ്ട ഉണ്ടാക്കണ. ഇത് ലൈറ്റ് അമ്മ എക്സ്ട്രാ വെച്ചിട്ടാണ്. മണം പിടിച്ച് വന്നാണ്. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല ആള്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് സാധനം ഓഫാക്കിയിട്ടുണ്ട്. മൊത്തത്തിലായി. അവസാനം എത്തിയപ്പോഴത്തേക്ക് സാധനത്തിന് എണ്ണ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി കത്തി എടുക്കാൻ മറന്നു. എന്താണ് അബി എൻ്റെ പരിപാടി? എന്താ ഓട്ടാക്കിയിട്ട് എൻ്റെ നഖമാണെങ്കിൽ കത്തിയിട്ട് നാരങ്ങ പിഴിഞ്ഞ് ഇനി ബ്രെഡ് എടുക്ക്. ബ്രെഡ് ഞാനും വീട് ആകെ കുഴപ്പമില്ല. അതൊക്കെ അല്ലേ സവാള അരിയണ്ടേ? പിടിച്ചോട്ടെ. എന്റെ വീട്ടിൽ നിന്നിട്ട് ഒരാൾ പറഞ്ഞു കത്തിയും വേണോ ചട്ടകം വേണോ പറഞ്ഞു. എന്നാ എനിക്ക് വരുമ്പോ കൊണ്ടുവരായിരുന്നില്ലേ? ഈ മസാല നാരങ്ങന്റെ നീര് കൂട്ടിട്ട് വേറെ കാര്യമായിട്ട് വന്നേനെ.
അവസാനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ ആൾക്കാരെ എണ്ണൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഒന്ന് കഴിക്കാം. ഓരോരുത്തർക്ക് ഓരോ വീട്ടിൽ ഓരോ പോസ്റ്റുകളും അങ്ങനെ ഇങ്ങനെ ആയിട്ട് ആളെണ്ണം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇല്ലാത്തത് അപ്പ കയറി വന്നിട്ടാ. അപ്പൊ നോക്കിയറാ ഇനി ടേസ്റ്റ് നോക്കിയാണ്. സവാള അരിയാണ്ടല്ലേ? കഴിഞ്ഞിട്ടേ രതീഷ് എങ്ങനെയുണ്ട് ഇതിപ്പോ എങ്ങനെ ചെയ്യാ? അല്ല അത് ഈ ഓഫാക്കല്ലേ ഒക്കെ റെക്കോർഡ്. ചെറിയ ചെറിയ കഷ്ണങ്ങളിൽ ഉണ്ടായ പോലെ ഇഷ്ടല്ല അത്. തോലാണ് ഇന്നൊക്കെ ഒരു പൊടി അളിയാ ലോകത്താണ് ഇങ്ങനെ കണ്ടത്. യൂട്യൂബറാ. ശുദ്ധമായ തൈര്. ഏത് വില്ലേജ് ഫുഡില്ല തൈര്. സച്ചോന്റെ ഫ്ലാഷ് ഓൺ ഉണ്ടോ? റെഡി 1 2 3 സ്റ്റാർട്ട്. അറ്റാക്ക്. നല്ല ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അല്ലെങ്കിൽ ഫ്ലാഷ് ഓഫ് ആവില്ല. അവിടെ പോയിക്കോ വിളിച്ചത്. അപ്പൊ അവിടെ ഇരിക്കണം. ഞാൻ വീട്ടിലേക്ക് കോൾ ചെയ്യാൻ പറഞ്ഞപ്പോ പറഞ്ഞു എപ്പോ എന്താ പാട്? ടേസ്റ്റ് എന്താ പാട്? അപ്പട്ടാ ടേസ്റ്റ് പറഞ്ഞിട്ട് നിന്ന് അപ്പന്റെ മോൻ കാണിക്കുന്നു. പറയടാ എന്താ സാധനം സാധനം ടേസ്റ്റ്. പക്ഷെ എന്താ കുറച്ച് ഉപ്പ് പറഞ്ഞു തോന്നുന്നേ. ആ ഷെയർ ഉണ്ടെന്നാലും നമ്മളെ ചെറിയൊരു മസാല ഉണ്ടാക്കിയ ആള് ആബ്സെന്റ് ആണ്. പറയടാ. ഇന്നൊക്കെ ഒരു പൊടി. അടിപൊളി സംഭവം. എന്റെ ഒരു നമ്പറിന്റെ ഒക്കെ ഉണ്ട്. അതിന്റെ മുള്ളു സീനല്ലേ? മുള്ളു അപ്പട്ടൻ ഞങ്ങൾ എന്താ പറയും? അപ്പൊ ഞങ്ങളെ മൂത്ത മാമൻ നാരങ്ങ ഇടുമ്പോ ടേസ്റ്റ് ഉണ്ടല്ലേ? വേറെ ലെവൽ. ഞാനത് പോസ്റ്റ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് 3 പാക്കറ്റ് ബ്രെഡ് പിടിച്ച് പെർഫെക്റ്റ്. ഓക്കെ, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ കാലായി ഫുള്ള് കാലായി. പെർഫെക്റ്റ്. ഓക്കെ എത്ര ബാക്കി